കിഴക്കൻ ഏറനാടിന് ഏറ്റവും വലിയ ഷോപ്പിംഗ് അനുഭവം പകരാൻ വണ്ടൂർ മാർക്കറ്റ് റോഡിലാണ് വിശാലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. വിലക്കുറവിനോടൊപ്പം കൂടുതൽ ഗുണമേന്മയും സാസിന്റെ പ്രത്യേകതയാണ്. മാർക്കറ്റിനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഒരു കുടക്കീഴിൽ. സാസ് ഹൈപ്പർ മാർക്കറ്റ്, മാർക്കറ്റ് റോഡ്, വണ്ടൂർ. സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യവുമായി കാൽനൂറ്റാണ്ടിന്റെ സേവന മികവ് തെളിയിച്ച പാരമ്പര്യത്തിന്റെ നിറവിൽ അലീസൺ ഗോൾഡ് സൂക്ക്. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. അരുൺ, എന്താ കല്ല് താഴെടാ. ഇതിന്റെ റഹ്മാൻ സാറാ പറയണേ. സാറ് കൈയെടുക്കേ. എന്താ മോനെ നെറ്റിയില്? എവിടെയായിരുന്നു ഇതുവരെ? മോനെ നെറ്റി മുറിഞ്ഞിണ്ടല്ലോ. ഇന്ന് നീ അടി ഉണ്ടാക്കിയോ? കിച്ചു, നിന്നെ ഓർത്ത് അമ്മ ഉരുകാണടാ. നെഞ്ചിൽ തീയാണ് അമ്മയ്ക്ക്. എന്നാ ഒരു കാര്യം ചെയ്യും, ആ നെഞ്ചിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വയ്ക്കുക. ആ തീയിലൊന്ന് കിടട്ടെ. മോനെ, നീ അമ്മയോട് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മ ഒന്ന് എഴുന്നേറ്റ് പോവോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലും നീ മറന്നോടാ. കിച്ചു, ഇന്ന് നിന്റെ പിറന്നാളല്ലടാ. നീ എന്നും അമ്മയോട് വഴക്കിടാണോ? ഓ, ഞാൻ ജനിച്ചെന്നല്ല എന്റെ അച്ഛൻ മരിച്ചുപോയതും അതൊക്കെ മറന്നോ? മോനെ, ഇതിലേതാ അമ്മ ആഘോഷിക്കുന്നേ? അമ്മ മാറിത്തരാം. അമ്മ പോയി കുളിച്ചിട്ട് വാ, നമുക്കൊന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. കിച്ചു, മോന്റെ മോശം കൂട്ടുകെട്ടാണ് മോനെ ചീത്തയാക്കുന്നത്. അമ്മ ചോറ് വിളമ്പാൽ മതി, ഉപദേശം വിളമ്പണ്ട. അല്ലെങ്കിലും കുറച്ചു ദിവസമായിട്ട് മോൻ അമ്മ പറയണൊന്നും കേൾക്കണില്ല. മോൻ ഇത് കഴിക്ക്. എന്നാലും അമ്മ പറയാ. അമ്മനോട് 100 പ്രാവശ്യം പറഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വരരുത്. എന്നാ ഇനി അമ്മ ഒന്നും പറയുന്നില്ല. അമ്മ അത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വല്ല ശല്യായിരുന്നു. ഹലോ, ആ സാറേ, അരുൺദേവിൻ്റെ അമ്മയാണ്. സ്കൂളിലേക്കോ?
എന്താ സാറേ? ആ വരാം. ഈശ്വര, ഈ കുട്ടി എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കണോ? വിളിപ്പിച്ച എന്തിനാണെന്ന് അറിയാമല്ലോ. ഇങ്ങനെ പോയാൽ നമ്മുടെ സ്കൂളിന്റെ ഡിസിപ്ലിൻ തന്നെ ഇത് ബാധിക്കും. ഇപ്പം ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് TC തന്നു വിടുക എന്നുള്ളതാണ്, അല്ലേ? അതാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ തന്നെ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു അവൻ. ഈ അടുത്ത കാലത്താണ് അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നത്. വീട്ടിലെന്താ അവസ്ഥ? വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്കറിയില്ല സർ. അവൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ സർ, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവനെ എനിക്ക് നഷ്ടപ്പെടും. സാറേ, നമുക്ക് അവനെ അങ്ങോട്ട് വിളിപ്പിച്ചാലോ? ആ. അരുൺ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല സാറേ. ഈ അമ്മയുടെ കണ്ണുനീര് നീ കാണുന്നില്ലേ? ഈ കണ്ണുനീരിന് എന്ത് ഉത്തരം നിനക്ക് പറയാനുള്ളത്? ശരിയാണ്, ആ വാക്കിന് സത്യം. എനിക്കെന്താ ജീവനം? എനിക്ക് പറ, എന്റെ മോൻ എന്താ പറ്റിയത്? എനിക്കറിയില്ല. എനിക്ക് എന്താ പറ്റിയത് എനിക്കറിയില്ല. പക്ഷേ മോനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്നൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ, എൻ്റെ മുറിവൊക്കെ മാറിയല്ലോ. ഞാൻ നാളെ തൊട്ട് സ്കൂളിൽ പോയാലോ? ഏതായാലും 2 ദിവസമല്ലേ സ്കൂളിൽ പോയിട്ട്. ഞാനതങ്ങോട്ട് പറയാൻ നിൽക്കുക. ഓ റിയലി? നല്ല അമ്മ. ഏതായാലും എനിക്ക് റഹ്മാൻ സാറിനെ ഒന്ന് കാണണം. എനിക്ക് പേടിയാണ് സാറേ. ഞാൻ അമ്മ ചതിപ്പെട്ടതാ. ആരാ നിന്നെ ചതിച്ചത്? എന്തായടാ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ആളെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് നിന്നാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്റെ അമ്മയാ അനുഭവിക്കുക. അറിയാലോ, നീ സ്കൂളിൽ പോയാ നിന്റെ അമ്മ വീട്ടിൽ ഒറ്റക്കാ, പുറത്ത് ഞങ്ങളും. അമ്മ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അരുൺ, അവരെന്റെ അമ്മ എന്തെങ്കിലും ചെയ്യാൻ
എന്താ ചെയ്യണ്ടേ? മോൻ പേടിക്കണ്ട, നമുക്ക് പോലീസിന്റെ സഹായം തരാം. നിനക്കും നിന്റെ അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല. പോരെ? വരില്ലടാവന്മാര്. സാറേ ഏതാ ബ്രോ പുതിയൊരു അവതാരം? ഒറ്റനടാ, കണ്ടു കാണൂല. ഇടപാട കഴിഞ്ഞില്ല ബ്രോ, നമുക്ക് പോകാം. എവിടേക്കാണ് ബ്രോ? നിന്റെ കുഞ്ഞമ്മയുടെ 2ാം കെട്ടിന്റെ സദ്യ ഉണ്ണാൻ. കേരള വണ്ടിയില് സാർമാർ മാത്രല്ല, തന്റെ കുറച്ച് അതിഥികളുണ്ട് കൂടെ. ഇപ്പൊ ബോസിന് കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ടാവല്ലേ? അവന്റെ മറ്റേടത്ത ബോസ് മിഴിച്ചിന് കേരള വണ്ടിയില് നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷ. ഒരു ലഹരിമുക്ത കേരളമായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അതിനായിരിക്കണം നിങ്ങളുടെ പ്രയത്നം. ഒരു ലഹരി വിരുദ്ധ വേട്ടയിൽ നിങ്ങൾക്ക് എങ്ങനെ ഭാഗമാകാൻ കഴിയുമെന്ന് നിങ്ങളുടെ സ്കൂളിലെ അരുൺദേവ് നമുക്ക് കാണിച്ചു തന്നു. ഒരു വലിയ ശൃംഖലയിലെ ഒരു ചെറിയ കണ്ണിയിലേക്കാണ് അവൻ വിരൽ ചൂണ്ടിത്തന്നത്. ആ കണ്ണിയിൽ നിന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ 100 കണക്കിന് വിദ്യാലയങ്ങളിൽ 1000 കൗമാര മനസ്സുകളെ താളം തെറ്റിക്കുന്ന ഒരു വലിയ ലഹരി മാഫിയ സംഘത്തെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പിടികൂടാനായത്. അരുൺദേവിനെയും ഈ സ്കൂളിനെയും ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ നിങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ തലങ്ങളിൽ SPC പോലുള്ള സംവിധാനങ്ങൾ നിലവിലുള്ളത്. ഈ സ്കൂളിലെ SPC സുദീർഘമായ സേവനം നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സ്കൂളിലെ കേഡറ്റ്സുകൾക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ടീച്ചേഴ്സിനും ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
കണ്ടോ, എല്ലാ വിഷയങ്ങൾക്കും A+. വല്ലതും നടക്കൂടാ. എവിടെന്ന് എപ്പോ നോക്കിയാലും മൊബൈലിൽ തന്നെയല്ലേ. ആ വാ വാ, എന്താ 3 പേരും കൂടെ? ഞങ്ങള് ലക്ഷ്മി മോളുടെ പുസ്തകം മേടിക്കാൻ. ആരൊക്കെയോ വന്നിരുന്നു, കൊടുത്തോന്നറിയില്ല. ലക്ഷ്മി, കവലയില് കൊച്ചുമോളുടെ ഫോട്ടോ കണ്ടു. കുത്തിയിരുന്ന് പഠിച്ചതിന് ഗുണം ഉണ്ടായില്ലേ? അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അവൾ എപ്പോ നോക്കിയാലും മൊബൈലാ. എന്താ ചുമ്മേ? മോള് പഠിച്ച ബുക്കൊന്നും ഇവന് കൊടുക്കാവോ? അതിനെന്താ ആന്റി, തരാലോ. ഇതോ? ആ, ഞാൻ ഇത് നോക്കിയാ പഠിച്ചത്. ഫിനിക്സ് ലേണിംഗ് ആപ്പ്. Phoenix Learning App. Download your future. Available in App Store and Play Store. ഫിനിക്സ് കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാ.